ക്രിക്കറ്റ് വിത്ത് എല്ലാവർക്കും സ്വാഗതം. അപ്പോ എങ്ങനെയാണ് ഇന്നാണ് ആ കളി? ആരാധകർ കാത്തിരുന്ന കളി ഇന്ന് വൈകിട്ട് 7:30 IPL എൽ ക്ലാസിക്കോ. ധോണിയും രോഹിത്തും നേർക്കുനേർ. ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും നടന്ന മത്സരം. ക്രിക്കറ്റ് ആരാധകരൊക്കെ കാത്തിരിപ്പിന്റെ ആവേശത്തിലാണുള്ളത് കളിയുടെ. ഇപ്പോ നമുക്കെന്തായാലും ഈ വീഡിയോയിൽ പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസ്, പ്രോബബിൾ ലൈനപ്പ് എന്നീ കാര്യങ്ങളൊന്ന് നോക്കാം. വിശദമായിട്ട് തന്നെ നോക്കണം. ഓൾ ഐസ് ഓൺ MS ധോണി ആൻഡ് രോഹിത് ശർമ്മ എന്ന് പറഞ്ഞാണ് ESPN ക്രിക്കറ്റ് കൊടുക്കുന്നത്. ഒരു സംശയങ്ങളും വേണ്ട. IPL ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ തമ്മിലാണ് മത്സരം. 5 കിരീടം നേടിയ രണ്ട് ടീമുകൾ, ധോണിയുടെ നായകത്വത്തിലും ഹിറ്റ്മാന്റെ നായകത്വത്തിലും. ഇന്ന് രണ്ടുപേരും നായകന്മാരല്ല. മുംബൈയെ നയിക്കാൻ ഹാർദിക് പാണ്ഡ്യയും ചെന്നൈയിനെ നയിക്കാൻ ഋതുരാജ് ഗെയ്ക്വാദുമാണ് ഉണ്ടാവുക. നമുക്ക് എന്തായാലും നോക്കാം പിച്ച് റിപ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ വന്നാൽ. പിച്ച് റിപ്പോർട്ട് ഇന്നിപ്പോ കളി നടക്കുക വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുക. വാങ്കഡെ സ്റ്റേഡിയത്തിന്റെ കാര്യം നമുക്കറിയാമല്ലോ. ഒരു വലിയ ടോട്ടൽ തന്നെ പ്രതീക്ഷിക്കാവുന്ന സ്റ്റേഡിയമാണ് വാങ്കഡെ. അവിടെ റൺസ് ഒഴുകുമെന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട. സ്പിന്നേഴ്സ് ഒന്നും ഒരു ഇമ്പാക്ട് കിട്ടില്ല. ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും. ഒരു 200 210 ഒക്കെ തന്നെ വരാനുള്ള ചാൻസ് ആണ് കൂടുതലും കാണുന്നത്. പക്ഷേ ഇപ്പൊ വാങ്കഡെ സ്റ്റേഡിയത്തിലെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഫാസ്റ്റ് ബോളേഴ്സിന് ഇപ്പൊ കുറച്ച് സീസൺ ആയിട്ട് എക്കണോമി 8-ലും 9-ലൊക്കെ എറിയാൻ പറ്റുന്നുണ്ടെന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ടീം ന്യൂസും മറ്റ് സ്റ്റേറ്റ്സിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ CSK അവരുടെ കഴിഞ്ഞ 5 കളികളിൽ 4 കളികൾ മുംബൈ ഇന്ത്യൻസിന് വിജയിച്ചിട്ടുണ്ട്. അവര് മോസ്റ്റ് റീസെന്റ് ടൈം മീറ്റിംഗിൽ 9 വിക്കറ്റിനാണ് വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈ ചെന്നൈനെ പരാജയപ്പെട്ടില്ല. അതായത് ലാസ്റ്റ് കളിയിൽ ചെന്നൈനെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലിട്ട് പരാജയപ്പെടുന്ന കാഴ്ച കൊണ്ട് അന്ന് ഹിറ്റ്മാന്റെ ഹാഫ് സെഞ്ചുറി നമ്മൾ കണ്ടില്ലേ? സൂര്യകുമാർ യാദവിന്റെ ഹാഫ് സെഞ്ചുറി കണ്ടു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പോ ചെന്നൈയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. പിന്നെ ഇപ്പൊ ഋതുരാജ് ഗെയ്ക്വാദിന്റെ ഫോം ഔട്ടും അവർക്ക് വലിയ ആശങ്ക പകരുന്ന ഒന്നാണ്. ഇപ്പൊ ശിവൻ ദുബെയുടെ കാര്യം. ശിവൻ ദുബെ മാത്രമാണ് ടിപ്പിക്കൽ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയിട്ട് CSK ടോപ്പ് ഓർഡേഴ്സില്. അതായത് ഇപ്പോ സഞ്ജു സാംസൺ, ഋതുരാജ് ഗെയ്ക്വാദ്, സർഫറാസ് ഖാൻ, ഡെവൽ ഡുപ്ലെസിസ്, ഉർവിൽ പട്ടേല്, പിന്നെ ശിവൻ ദുബെ മാത്രമാണ് ഒരു ടോപ്പ് ഓർഡർ ലെഫ്റ്റ് ഉള്ളത്. അപ്പോ അതില് ഒരു പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ മിച്ചിൽ സാനർ ആണ് ലെഫ്റ്റ് ആം സ്പിന്നർ. മുംബൈയുടെ കാര്യം സംശയമില്ലല്ലോ. അപ്പൊ സാനറിന് നമ്മളെ ബ്രവിസ്, ഗെയ്ക്വാദ്, സഞ്ജു, ഉർവിൽ പട്ടേൽ ഒക്കെ ഉണ്ട്. അപ്പൊ ഡുബെ മാത്രമാണ് സാനറി ഭീഷണി വരാൻ ചാൻസ് ഉള്ള സ്പിന്നർ ആയിട്ടുള്ളൂ. പിന്നൊരു കാര്യം, വിൽ ജാക്സിന്റെ കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. വിൽ ജാക്സിന് കളിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വിൽ ജാക്സ് ഹാസ് ജോയിൻഡ് ദ MI സ്ക്വാഡ് എന്നാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസൻസ് MIയുടെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട. അദ്ദേഹത്തിന് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡ് കൊണ്ടും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബോളറാണ്, ഓൾറൗണ്ടറാണ് വിൽ ജാക്സ്. മാത്രമല്ല അദ്ദേഹത്തിന് ഓപ്പൺ ചെയ്യാൻ പറ്റും, 1 ഡൗൺ ഇറങ്ങാൻ പറ്റും, 2 ഡൗൺ ഏത് പൊസിഷനിൽ പഠിക്കും വിൽ ജാക്സിന് കളിക്കാനും പറ്റും എന്ന കാര്യം കൂടി ഓർക്കണം. അദ്ദേഹത്തിന് പകരം ഒരു പക്ഷേ അള്ളാഹ് ഗസനഫറിൽ നിന്ന് പുറത്തിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ MS ധോണി കളിക്കുമോ ഇല്ലയോ, അതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. CSK ആരാധകർക്കുടെ ചോദ്യം അതാണ്, MS ധോണി കളിക്കുമോ ഇല്ലയോ. ഇതിലിപ്പോ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ധോണി ഫിറ്റ് ആണെങ്കിൽ കളിക്കും, ഒരു സംശയവും അതിന് വേണ്ട. അദ്ദേഹം സ്റ്റാർട്ട് തന്നെ ചെയ്യും. 100% ഫിറ്റ് ആണെങ്കിൽ MS നിന്ന് കളിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട എന്ന് തന്നെയാണ് ഇപ്പൊ പറയുന്നത്. രോഹിത് ശർമ്മയുടെ കാര്യം അങ്ങനെ തന്നെ. രോഹിത് ശർമ്മയും കളിച്ചേക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ രണ്ട് ടീമിന്റെയും 2 നടും തൂണുകളിൽ നിന്ന് കളിക്കാൻ ഉണ്ടാകും. അക്കാര്യത്തിൽ ഒരു സംശയങ്ങൾ വേണ്ട. യഥാർത്ഥത്തിൽ ഇപ്പോ രോഹിത് പ്ലസ് ധോണി ഒരു ബിഗ് പിക്ചറാണ്. ഇത് രണ്ടാളും ആദ്യമായിട്ട് ക്രിക്കറ്റിംഗ് ഫീൽഡ് ഷെയർ ചെയ്യുന്നത് ഒക്ടോബർ 1, 2006 അന്ന് രോഹിത് ശർമ്മ ഇന്ത്യ റെഡിന് വേണ്ടിയിട്ടും MS ധോണി ഇന്ത്യ ബ്ലൂക്ക് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഒരു 50 ഓവർ ചലഞ്ചർ ട്രോഫി വരുന്നത്. അപ്പോ അത് ഇപ്പൊ നിയർലി 10-20 കൊല്ലം മൂല കാര്യമാണ് ഇത് പറയുന്നത്. പിന്നൊരു കാര്യം, അപ്പൊ ഇന്നിപ്പോ അവരിപ്പോ 20 കൊല്ലത്തെ റിലേഷൻ കൂടി അവർക്ക് ഉണ്ടെന്ന കാര്യം കൂടി ഓർക്കണം നിങ്ങൾ. 2006 തുടങ്ങിയാണ്, ഇപ്പൊ 2026 പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ CSKയുടെ കാര്യത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ആയുഷ് മാത്രേ
റൂൾഡ് ഔട്ടായി. അപ്പൊ മാത്രക്ക് പകരം ആര്? ഉർവിൽ പട്ടേൽ തന്നെ ആയിരിക്കും മാത്രക്ക് പകരം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ പ്രശാന്ത് വീറിന് പകരം MS ധോണി കളിച്ചേക്കുമെന്നും പറയുന്നുണ്ട്. പിന്നെ രോഹിത് ശർമ്മയുടെ കാര്യം, അദ്ദേഹം ഫിറ്റ് ആണെങ്കിൽ ബനീഷ് മലയവാറിന് പകരം ഹിറ്റ്മാനും കളിച്ചേക്കും. പിന്നെ CSKക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ MSBയുടെ പൊസിഷൻ എവിടെ കളിപ്പിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവർക്ക് സംശയങ്ങളുണ്ട്. അതായത് പ്രശാന്ത് ഒരു പ്യുവർ ഓൾറൗണ്ടറാണ്. അദ്ദേഹത്തിന് ധോണി വന്നാൽ CSK ഗുണമാവുമോ? ഇനി അതല്ല രുദ്രാജ് ഗെയ്ക്വാദിനെ ക്യാപ്റ്റൻസിൽ മാറ്റി ധോണിയെ കളിപ്പിക്കുമോ എന്ന് പോലും അറിയില്ല. കാരണം ഗെയ്ക്വാദ് ഇപ്പോ അത്ര വലിയ പെർഫോമൻസിനെ കാഴ്ചവെക്കുന്നു. പിന്നെ മാത്യു ഷോറിനെ ഇന്നെന്തായാലും കളിപ്പിക്കാനുള്ള ചാൻസ് കുറവാണെന്ന് കൂടി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും രണ്ട് ടീമിന്റെയും പ്രോബബിൾ ലൈനപ്പിലേക്ക് ഒന്ന് വരാം. മുംബൈയുടെ കാര്യത്തിലേക്ക് വന്നാൽ ക്വിന്റൺ ഡി കോക്കും അദ്ദേഹത്തിന്റെ കൂടെ രോഹിത് ശർമ്മ അല്ലെങ്കിൽ ബനീഷ് മലയവാർ ഓപ്പൺ ചെയ്യും. മിക്കവാറും ഹിറ്റ്മാൻ തന്നെ കളിക്കും. നമ്പർ 3-ൽ സൂര്യകുമാർ യാദവ് വരുമ്പോൾ നമ്പർ 4-ൽ തിലക് വർമ്മ വരും. നമ്പർ 5-ലാവട്ടെ ഷർഫേൽ റുദർഫോർഡ് വന്നാൽ നമ്പർ 6-ൽ ഹാർദിക് പാണ്ഡ്യ വരും. നമ്പർ 7-ൽ വിൽ ജാക്സ് വന്നാൽ നമ്പർ 8-ൽ മിച്ചൽ സാനർ വരും. നമ്പർ 9 ക്രിഷ് ഭഗത്, നമ്പർ 10-ൽ ജസ്പ്രീത് ബുംറ, നമ്പർ 11 അശ്വിനി കുമാർ ഉണ്ടാവും. ഇമ്പാക്ട് ആയിട്ട് നമാൻതർ കളിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതിപ്പോ ഇമ്പാക്ട് സബ് കളിക്കനുസരിച്ച് മാറാനുള്ള ചാൻസ് കൂടുതലുണ്ട്. എന്നാലും ഇതാണ് പ്രതീക്ഷിക്കുന്ന ഒരു 11. ഇനി CSKയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഓപ്പണിംഗിൽ സഞ്ജു സാംസണും രുദ്രാജ് ഗെയ്ക്വാദിനെ ഓപ്പൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്പർ 3-ൽ ഉർവിൽ പട്ടേലിന് തിരിച്ചെത്തും. നമ്പർ 4-ൽ ഡെവൽഡ് ബ്രേവ്സ്, നമ്പർ 5-ൽ സർഫറാസ് ഖാൻ, നമ്പർ 6-ൽ ശിവൻ ദുബെ, നമ്പർ 7-ൽ MS ധോണി, നമ്പർ 8-ൽ അൻഷുൽ കംബോജ്, നമ്പർ 9 ജേമി ഓവർട്ടൺ, നമ്പർ 10-ൽ നൂർ അഹമ്മദും, നമ്പർ 11-ൽ മാറ്റ് ഹെൻറിയും കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇമ്പാക്ട് ആയിട്ട് ഗുർജാപ്രീത് സിംഗോ പ്രശാന്ത് വീറോ ഒക്കെ വരാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. അപ്പൊ ഏതായാലും മികച്ച പോരാട്ടം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രിക്കറ്റ് ലോകത്തെ ക്രിക്കറ്റ് പ്രേമികളൊക്കെ ആവേശത്തിലാണുള്ളത്. എന്തായാലും ഈ മത്സരത്തിൽ നമ്മുടെ പ്രഡിക്ഷനിൽ മുംബൈ ഇന്ത്യൻസ് വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസ് നമ്മൾ വീണ്ടും എത്താം.